നമസ്കാരം. നമ്മൾ ഇന്ന് പണത്തിന്റെ മനഃശാസ്ത്രം എന്ന വിഷയത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങുവാണ്. അതെ, കയ്യിലുള്ളത് കുറച്ച് പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. പണവുമായിട്ടുള്ള നമ്മുടെയൊക്കെ ഒരു ബന്ധം അതെങ്ങനെയാണ് രൂപപ്പെടുന്നത്, പിന്നെ എങ്ങനെ കുറച്ചുകൂടി നല്ല സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാം, ഇതൊക്കെയാണ് നോക്കുന്നത്. ശരിയാണ്. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാല് പണത്തിന്റെ കാര്യത്തിൽ ആരും ഒരു ഭ്രാന്തനല്ല എന്നുള്ളതാണ്. അത് വളരെ ശരിയാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വിചിത്രമായി തോന്നാം, പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ലോജിക്കലായിരിക്കും, അല്ലേ? തീർച്ചയായും. ഉദാഹരണത്തിന് ഇപ്പോ ദാരിദ്ര്യത്തിൽ വളർന്ന ഒരാള്, അതെ, അയാളുടെ ഒരു പണത്തോടുള്ള സമീപനമായിരിക്കില്ല ഒരു നല്ല സാമ്പത്തിക സ്ഥിതിയിൽ വളർന്ന ഒരാൾക്ക്. രണ്ടും രണ്ടായിരിക്കും. എന്നാൽ അവരവരുടെ സാഹചര്യത്തിൽ നോക്കിയാൽ രണ്ടും ന്യായീകരിക്കാവുന്നതാണ്. ശരിയാണ്. ഇത് മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്, അതായത് ഭാഗ്യവും നഷ്ടസാധ്യതയും, ലക്ക് ആൻഡ് റിസ്ക്. എക്സാക്ട്ലി. നമ്മളത് പലപ്പോഴും മറന്നുപോകും. ബിൽഗേറ്റ്സിന്റെ കാര്യം തന്നെ എടുത്താൽ കഴിവ് മാത്രമല്ലല്ലോ, ആ ഒരു കമ്പ്യൂട്ടർ, അതും ചെറുപ്പത്തിൽ ഉപയോഗിക്കാൻ കിട്ടിയ അവസരം, അത് വലിയൊരു ഭാഗ്യമാണ്. ശരിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഒരാൾക്ക്, കെന്റ് ഇവാൻസ് എന്നയാൾക്ക്, അതേ കഴിവുണ്ടായിട്ടും ആ അവസരം കിട്ടിയില്ല. അതെ, നിർഭാഗ്യവശാൽ അദ്ദേഹം ചെറുപ്പത്തിലെ മരിച്ചുപോയി. അതുകൊണ്ട് ഈ ഒറ്റപ്പെട്ട വിജയകഥകൾ മാത്രം നോക്കാതെ പൊതുവായൊരു പാറ്റേൺ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഭാഗ്യത്തിന് നമ്മൾ വിചാരിക്കുന്നതിലും വലിയ പങ്കുണ്ട്. പക്ഷേ ഈ ഭാഗ്യത്തിന്റെ കാര്യം സമ്മതിക്കാൻ പലർക്കും ഒരു മടിയുണ്ടാവില്ലേ? എല്ലാം സ്വന്തം കഴിവുകൊണ്ടാണെന്ന് വിശ്വസിക്കാനല്ലേ താല്പര്യം? ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. അതുപോലെ വേറൊരു പ്രശ്നമാണ് മതി എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. അത് എവിടെ നിർത്തണം എന്നറിയാത്തൊരുന്ന്. അതെ, കൂടുതൽ കൂടുതൽ വേണം എന്നുള്ള ആ ഒരു ആഗ്രഹം, അത് പലപ്പോഴും വലിയ കുഴപ്പങ്ങളിൽ ചാടിക്കും. ഈ രാജഗുപ്തയുടെ കാര്യം പോലെയല്ലേ? അത് തന്നെ. കോടീശ്വരനായി, എന്നിട്ടും ഇൻസൈഡർ ട്രേഡിംഗിലൂടെ കുറച്ചുകൂടി നേടാൻ പോയിട്ട് എല്ലാം നഷ്ടപ്പെടുത്തി. ഇത് മറ്റേ കാറിന്റെ കാര്യവുമായി ബന്ധമുണ്ടല്ലോ, മാൻ ഇൻ ദ കാർ പാരഡോക്സ്. വളരെ ശരിയാണ്. നമ്മളൊരു ഫെറാറി ഓടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ആ കാറിലാണ് ശ്രദ്ധിക്കുന്നത്, അതെ, ഡ്രൈവറെ അല്ല. പക്ഷെ നമ്മളൊരു ലക്ഷറി കാർ വാങ്ങുമ്പോൾ വിചാരിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കും, നമ്മളെ ബഹുമാനിക്കും എന്നൊക്കെയാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പോ ഈ പുറമേ കാണുന്നതല്ല ശരിക്കുള്ള സമ്പത്ത്. അല്ല. യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല. അത് നിങ്ങൾ ചിലവഴിക്കാതെ വച്ചിരിക്കുന്ന പണമാണ്. ഓഹോ, ഭാവിയിലേക്കുള്ള കരുതൽ. അതെ, ഭാവി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ളത്. ഇവിടെയാണ് വാറൻ ബഫറ്റിന്റെ ഒരു കാര്യം വരുന്നത്. അദ്ദേഹത്തിന്റെ സമ്പാദ്യം, അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആസ്തിയുടെ ഏതാണ്ടൊരു 99% വന്നത് 50 വയസ്സിന് ശേഷമാണ്. അവിശ്വസനീയം. 50 വയസ്സിന് ശേഷം 99%? അതെ, അതാണ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ, സ്ഥിരതയോടെയുള്ള നിക്ഷേപം. ഈ കൂട്ടുപലിശ, കോമ്പൗണ്ടിങ്. പക്ഷെ സാധാരണക്കാർക്ക് ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റും? ചെറിയ തുകയല്ലേ കയ്യിലുണ്ടാവും? നല്ല ചോദ്യമാണ്. തുകയുടെ വലിപ്പത്തിനേക്കാൾ പ്രധാനം സമയവും സ്ഥിരതയുമാണ്. ചെറിയ തുകയാണെങ്കിലും വളരെ നേരത്തെ തുടങ്ങി മുടങ്ങാതെ ചെയ്താൽ കാലക്രമേണ വലിയ മാറ്റമുണ്ടാകും. പിന്നെ പണമുണ്ടാക്കുന്നതും അത് നിലനിർത്തുന്നതും രണ്ടാണ്. അത് ശരിയാണ്. ഗെറ്റിംഗ് വെൽത്തി വേഴ്സസ് സ്റ്റേയിങ് വെൽത്തി. നിലനിർത്തുന്നതിലാണ് കൂടുതൽ വെല്ലുവിളി. അതിജീവിക്കുക, സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിനെക്കുറിച്ച് കരുതലും ലോകം മാറുമെന്നുള്ള ചിന്തയും വേണം. തീർച്ചയായും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു പ്രത്യേക ലക്ഷ്യം മുന്നിലില്ലെങ്കിൽ പോലും സമ്പാദിക്കുന്നത് നല്ലതാണ്. ഭാവി പ്രവചിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പോ ഈ സമ്പാദ്യത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ ഉപയോഗം എന്താണ്? കൂടുതൽ പണം മാത്രമാണോ? അല്ല. പണം തരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമയത്തിന് മുകളിലുള്ള നിയന്ത്രണമാണ്, സ്വാതന്ത്ര്യം, ഫ്രീഡം. എന്ത് ചെയ്യണം, എപ്പോ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള കഴിവ്. അതെ, അതാണ് യഥാർത്ഥ മൂല്യം. പിന്നെ നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും കണക്ക് നോക്കി ഭയങ്കര റാഷണൽ ആവണമെന്നില്ല. നമുക്ക് മനസ്സമാധാനം തരുന്ന ഒരു തീരുമാനം, ഒരു റീസണബിൾ തീരുമാനം മതിയാവും. ചിലപ്പോൾ അത് മാത്തമാറ്റിക്കലി ബെസ്റ്റ് ആയിരിക്കില്ല, പക്ഷേ രാത്രി സമാധാനമായി ഉറങ്ങാൻ പറ്റണം. അത് തന്നെ, അതാണ് പ്രധാനം. ഈ അനിശ്ചിതത്വം, ലോകം എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെയല്ല എന്നുള്ളത്, അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുക? അവിടെയാണ് ഈ മാർജിൻ ഫോർ എററിന്റെ പ്രാധാന്യം വരുന്നത്.
തെറ്റുകൾ പറ്റാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. അതെ, നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിയാലും എല്ലാം തകർന്നു പോകാതിരിക്കാൻ ഒരു കരുതൽ, ഒരു സേഫ്റ്റി നെറ്റ്. അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളും മാറിക്കൊണ്ടിരിക്കും അല്ലേ? തീർച്ചയായും. ഇന്നത്തെ ആഗ്രഹങ്ങളായിരിക്കില്ല ഒരു 10 വർഷം കഴിഞ്ഞാൽ. ശരിയാണ്. അതുകൊണ്ട് വലിയ ജീവിത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ മാറ്റം വരാം എന്നുള്ളൊരു ചിന്ത നല്ലതാണ്. അതായത് ഓരോരുത്തരും കളിക്കുന്നത് വേറെ വേറെ കളിയാണ്. എക്സാക്ട്ലി. മറ്റൊരാൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ട് നമ്മളും ചാടിക്കേറുന്നത് മണ്ടത്തരമാവാം. അവരുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയോ ലക്ഷ്യമോ ആയിരിക്കില്ല നമ്മുടേത്. അതെ. അതുപോലെ ശുഭാപ്തി വിശ്വാസം വേണം. ലോകം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ വെറുതെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിമിസം അല്ല. അല്ല, തടസ്സങ്ങളുണ്ടാവാം. അതിനെ നേരിടാൻ തയ്യാറായിക്കൊണ്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസം. പെസിമിസം എപ്പോഴും കുറച്ചുകൂടി ഇന്റലക്ച്വൽ ആയിട്ട് തോന്നും. പക്ഷേ പ്രോഗ്രസ് നടക്കുന്നത് ഓപ്റ്റിമിസം ഉള്ളതുകൊണ്ടാണ്. ശരിയാണ്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഇതിൽ നിന്നും എടുക്കാനുള്ള പ്രധാന ആശയം? പണത്തോടുള്ള നമ്മുടെ ചിന്ത വെറും നമ്പറുകളല്ല. അത് നമ്മുടെ സൈക്കോളജി, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ എല്ലാം ചേർന്നതാണ്. അതെ. ഉയർന്ന വരുമാനമോ വലിയ കാറോ വീടോ അല്ല പ്രധാനം. മറിച്ച് നമ്മുടെ സമയത്തിന്മേലുള്ള നിയന്ത്രണം, മനസ്സമാധാനം. അതെ, അതാണ് പണം കൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. സ്ഥിരത, അതിജീവനം, സ്വാതന്ത്ര്യം. അപ്പോ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കണം. പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ മൂല്യം എന്താണ്? അത് സമയമാണോ, സ്വാതന്ത്ര്യമാണോ, അതോ ഈ പറഞ്ഞ മനസ്സമാധാനമാണോ? ഒന്ന് ആലോചിച്ച് നോക്കുക.